നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിൽ അറസ്റ്റിലായ 11 പ്രതികളെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. സിപിഐഎം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുൻ കൌൺസിലറുമായ IP ബിനു, കേസിലെ മുഖ്യപ്രതി ദിനകർ എന്നിവർ ഉൾപ്പെടെയുള്ള CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. IP ബിനുവും ദിനകറും കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. സ്റ്റേഷനിൽ മുന്നിലെത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ IP ബിനു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. CMRL എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ വൻ പ്രതിഷേധമായിരുന്നു CPM പ്രവർത്തകർ അഴിച്ചുവിട്ടത്. പ്രതികൾക്കെതിരെ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി കടുത്ത ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 300-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ ആകെ 19 പേരാണ് അറസ്റ്റിലായത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ്. പോലീസിന് ഗുരുതര സുരക്ഷാ വീഴ്ച പറ്റിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. അതേസമയം ആക്രമണം നടന്ന പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഫോറൻസിക് സംഘം തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ച ഉണ്ടായതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ കേന്ദ്ര ഏജൻസിക്ക് ആവശ്യമായ പൈലറ്റോ എസ്കോർട്ടോ നൽകാതെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിവിട്ടത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കനത്ത ക്രമസമാധാന പ്രശ്നമുണ്ടായിട്ടും റേഞ്ച് DIG അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വടികളും കല്ലുകളും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർത്ത രീതിയും അക്രമികളുടെ വിരലടയാളങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വഴിവെച്ചത്. കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുകയായിരുന്നു. ഈ രാഷ്ട്രീയ വേട്ടയാടലിന് മുന്നിൽ തങ്ങൾ കീഴടങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റെയ്ഡിനെതിരെ CPIM ജനറൽ സെക്രട്ടറി MM ബേബി, ബൃന്ദ കാരാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ED ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം കനത്ത പോലീസ് ഇടപെടലിലാണ് കലാശിച്ചത്. പ്രതിഷേധിച്ച മുതിർന്ന നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. കേരളത്തിലും ഡൽഹിയിലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് CPM തീരുമാനം. പ്രതികളെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ CPM പ്രവർത്തകർ കോടതിക്ക് പുറത്ത് തടിച്ചുകൂടുകയായിരുന്നു. വീണയുടെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ED നിലപാട്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റിന് ഒരുങ്ങുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പലരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത്. ബാക്കിയുള്ളവരെ കൂടി എത്രയും വേഗം പിടികൂടാനാണ് DGP നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ED ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിലാണ് ഇത്. ഇതുകൂടാതെ പോലീസുകാരന് പരിക്കേറ്റതിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതും. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 2016 മുതൽ 2021 വരെ CMRL നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്ന SFIO അന്വേഷണം റിപ്പോർട്ട്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും 2016 മുതൽ 2011 വരെ CMRLൽ നിന്നും കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്ന SFIO അന്വേഷണ റിപ്പോർട്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ നീക്കം പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമായിട്ടാണ് ഇടതു മുന്നണിയും വിലയിരുത്തുന്നത്. വീണ വിജയനെ കേരളത്തിന് പുറത്ത് ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള സാധ്യതയും CPM നേതാക്കൾ തള്ളിക്കളയുന്നില്ല.